പലതരം ലിപ് ബാംസ് മാറി മാറി പരീക്ഷിച്ച് നോക്കിയിട്ടും ഹോം റെമഡീസ് പലത് പരീക്ഷിച്ച് നോക്കിയിട്ടും നിങ്ങളുടെ ലിപ്പിലെ പിഗ്മെന്റേഷൻ മാറുന്നില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നും അത് എങ്ങനെയാണ് മാറുക എന്നുള്ളതും ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. വെൽക്കം ബാക്ക് ടു വീണ സിനർജൽ. ഞാൻ വീണ, പ്രൊഫഷണൽ വൈസ് ഞാനൊരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ അല്ലെങ്കിൽ സ്റ്റൈലിംഗ് സർവീസസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പഠിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ ബോഡിയിലെ തന്നെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മുടെ ഫേസിലെ മുഖത്തെ സ്കിൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള 2 ഏരിയാസാണ്, ഒന്ന് അണ്ടറയും രണ്ടാമത്തത് ലിപ്പും. അപ്പോൾ ലിപ്സ് എന്ന് പറയുന്നത് അത്രയും സെൻസിറ്റീവ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്കതിന് എക്സ്ട്രാ കെയർ എപ്പോഴും കൊടുക്കേണ്ടതുണ്ട്. ലിപ്പിന് ആക്ച്വലി പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ കൂടുതലാണ്. അതിൻ്റെ ഒന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് എസ്പെഷ്യലി നമ്മൾ സൗത്ത് ഇന്ത്യൻസിന് ഒന്നാമത്തെ ഒരു റീസൺ ജെനറ്റിക്സ് ആണ്. അതായത് ഹെറിഡിറ്ററി ആയിട്ട് നമ്മളുടെ പാരൻസിനോ നമ്മളുടെ ഫാമിലിയിലുള്ളവർക്കോ ആക്ച്വലി ലിപ്പിന് പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ നമുക്കും ആക്ച്വലി ലിപ്പിന് പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഇനി രണ്ടാമത്തെ മേജർ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് സൺ എക്സ്പോഷർ ആണ്. സൺ ഡാമേജ് കൊണ്ടുണ്ടാകുന്ന പിഗ്മെന്റേഷൻ്റെ അളവ് ആക്ച്വലി നമുക്ക് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ബിക്കോസ് നമ്മൾ സൗത്ത് ഇന്ത്യൻസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലിപ്സ് ഓൾറെഡി പിഗ്മെന്റഡ് ആയിരിക്കും. അപ്പോൾ ആ പിഗ്മെന്റേഷൻ്റെ കൂട്ടത്തിൽ സൺ എക്സ്പോഷർ കാരണമുള്ള പിഗ്മെന്റേഷൻ വളരെ ചെറിയ എമൗണ്ട് മാത്രമായിരിക്കും ഉണ്ടാവുക. എന്നിരുന്നാൽ പോലും നമ്മൾ ആക്ച്വലി SPF ലിപ് ബാം ഇടേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മൂന്നാമത്തെ അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ലിപ്സിന് നമ്മുടെ മറ്റുള്ള ഫേഷ്യൽ പാർട്സിനെ പോലെ ഓയിൽ ഗ്ലാൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് സ്വയം ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള യാതൊരുവിധ സംവിധാനങ്ങളും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് എപ്പോഴും നമ്മൾ ഹൈഡ്രേഷൻ കൊടുത്തുകൊണ്ടിരിക്കണം. ഹൈഡ്രേറ്റഡ് അല്ല ലിപ്സെങ്കിൽ, അതായത് ലിപ് ബാംസോ അല്ലെങ്കിൽ ഹോം റെമഡീസോ ഒക്കെ വെച്ചിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നില്ല ലിപ്സെങ്കിൽ ലിപ്പിൽ ആക്ച്വലി ലിപ്പ് പൊട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. ആ പൊട്ടുന്നത് വഴി ഡീപ്പ് സീറ്റഡ് ആയിട്ടുള്ള പിഗ്മെന്റേഷൻ ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അല്ലാതെ തന്നെ ലിപ്സിൽ ആക്ച്വലി എന്തെങ്കിലും വൂൺസ് ഉണ്ടെങ്കിൽ ആ വൂൺസ് എക്സ്പോസ്ഡ് ആയിരിക്കുകയാണെങ്കിൽ അതും ആക്ച്വലി ഡീപ്പ് സീറ്റഡ് ആയിട്ടുള്ള പിഗ്മെന്റേഷന് കാരണമാക്കാവുന്ന ഒന്നാണ്. ഇനി നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് സ്മോക്കിംഗ് ആണ്. സ്മോക്കിംഗ് മാത്രമല്ല, ഡാർക്ക് ഫുഡ്സ് ആയ ടീ, കോഫി അതൊക്കെ അമിതമായിട്ട് കുടിക്കുന്നത് ലിപ്പിന് പിഗ്മെന്റേഷൻ ഉണ്ടാകാൻ കാരണമാക്കുന്ന ഫാക്ടേഴ്സ് ആണ്. ഇനി അഞ്ചാമത്തെ റീസൺ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഹൈലി പിഗ്മെന്റഡ് ആയിട്ടുള്ള ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഫോർമുലയിലുള്ള മാറ്റ് ലിപ്സ്റ്റിക്സ് ഇടുന്നത് വഴി ഉണ്ടാകാവുന്ന പിഗ്മെന്റേഷൻ ആണ്. അതും ശരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ വളരെ റിലവൻ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദ റീസൺ ആണ്. ബിക്കോസ് നമ്മൾ എല്ലാവരും തന്നെ ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അത് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക്സ് തന്നെ വേണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നവരാണ്. സോ ആ പിഗ്മെന്റേഷനും എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഹോം റെമഡീസിനെ പറ്റിയാണ്. ഹോം റെമഡീസിൽ ആക്ച്വലി ലെമൺ ജ്യൂസ്, ലെമൺ ആൻഡ് ഹണി അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ലിപ്പിൽ അപ്ലൈ ചെയ്യുന്നത് ലിപ്പ് ഒരേ സമയം ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനും അറ്റ് ദ സെയിം ടൈം ലിപ്പിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടും ലിപ്പിന്റെ പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു റെമഡിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് ലിപ്പിനെ ആക്ച്വലി സ്ക്രബ് ചെയ്യുക എന്നുള്ളത്. അതായത് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടി ലെമണും ഷുഗറും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ആക്ച്വലി അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ക്യുക്കംബർ എക്സ്ട്രാക്ട്, അതായത് ക്യുക്കംബർ ജ്യൂസ് തന്നെ. ക്യുക്കംബർ ജ്യൂസ് ആക്ച്വലി ലിപ്പിൽ അപ്ലൈ ചെയ്യുന്നത് ലിപ്പിനെ ആക്ച്വലി നന്നായിട്ട് ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നോർമലി പറയുന്ന ഒരു കാര്യമാണ് ആക്ച്വലി കോക്കനട്ട് ഓയിലും ആൽമണ്ട് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ലിപ്പിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അതായത് മെയിൻലി അത് പറയുന്നത് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. പക്ഷേ ഞാനത് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നില്ല, അത് ചെയ്യാൻ ആരോടും പറയുന്നില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ലിപ്സിന് ചുറ്റും, അതായത് ഈ ഒരു ഭാഗത്ത് ആക്ച്വലി പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ കോക്കനട്ട് ഓയിലും ആൽമണ്ട് ഓയിലും ഒക്കെ മിക്സ് ചെയ്തിട്ട് ലിപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഈ ഒരു ഭാഗത്തേക്ക് പിഗ്മെന്റേഷൻ ഉള്ളപ്പോൾ അത് അപ്ലൈ ചെയ്യുന്നത് ഇവിടുത്തെ ടിഷ്യൂവിനെ കൂടുതൽ വേഴ്സൺ ആക്കുകയാണ് ചെയ്യുക. ആൻഡ് പിഗ്മെന്റേഷൻ അത് കാരണം കൂടുകയും ചെയ്യും. ഇതേ ഒരു കാര്യം തന്നെയാണ് നമ്മൾ നെയ്യ്, അതായത് ഗീ അപ്ലൈ ചെയ്യുമ്പോൾ പറ്റുന്നതും. പക്ഷേ രാത്രിയിലൊക്കെ അത് അപ്ലൈ ചെയ്തിട്ട് കിടക്കുമ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് അത് ഇറങ്ങുന്നത് ഈ ഒരു ഭാഗത്ത് കുരു വരാനും അറ്റ് ദ സെയിം ഇവിടുത്തെ പിഗ്മെന്റേഷൻ കൂട്ടാനും ആണ് ഹെൽപ്പ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിപ് ബാംസ് യൂസ് ചെയ്യുന്നത് വഴി പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. അതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ലിപ്സ് ആക്ച്വലി ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക എന്നുള്ളതാണ് പ്രഥമമായിട്ട് ആക്ച്വലി ഈ ലിപ് ബാംസിൻ്റെ ഒക്കെ ഉപയോഗം. അതായത് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുന്നില്ലെങ്കിൽ ലിപ്സ് പിഗ്മെന്റഡ് ആവാനുള്ള ഒരു ചാൻസ് വളരെ വളരെ അധികം കൂടുതലാണ്. ആൻഡ് ഓൾസോ ഇപ്പോഴത്തെ ലിപ് ബാംസ് ഒക്കെ ഹൈഡ്രേഷൻ കുറേയധികം നീണ്ടു നിൽക്കുന്ന ലിപ് ബാംസ് ആണ്. അതായത് നമ്മൾ നോർമലി ഹോം റെമഡീസ് യൂസ് ചെയ്യുന്നതിനേക്കാളും ഈ ലിപ് ബാംസ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് നേരം അധികം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഹൈഡ്രേഷൻ നിൽക്കും. പിന്നെ അതിൽ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ആക്ച്വലി പല ലിപ് ബാംസിൻ്റെയും ക്ലെയിം എന്ന് പറയുന്നത് നന്നായിട്ട് ലിപ്പിൻ്റെ പിഗ്മെന്റേഷൻ മാറും എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ബിക്കോസ് അതിനകത്ത് കോജിക് ആസിഡ് ഉണ്ട്, അതിനകത്ത് ആൽഫ ബ്യൂട്ടിൻ ഉണ്ട്, അതിനകത്ത് സെറാമൈഡ്സ് ഉണ്ട്, അതിനകത്ത് പെപ്റ്റൈഡ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞാണ് ലിപ് ബാംസ് ഇറക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം, അതായത് ലിപ്പിനെ ലൈറ്റൻ ചെയ്യും, ലിപ്പിൻ്റെ പിഗ്മെന്റേഷൻ മാറും എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ബട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ലിപ്പ് ലൈറ്റൻ ആവുമെന്ന് ചോദിച്ചാൽ ലിപ്പ് ലൈറ്റൻ ആവും. ബട്ട്
അതിൽ ലൈറ്റൻ ആക്കുന്നതിനൊരു പരിധിയുണ്ട്. അതായത് ഒരു 20%, ഒരു 25% അത്രയൊക്കെ മാത്രമേ അത് ലൈറ്റൻ ആക്കാനുള്ളൊരു ചാൻസ് ഉള്ളൂ. അതായത് നമ്മുടെ പിഗ്മെൻറ്റേഷൻ ഡീപ്പ് സീറ്റഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ സൺ എക്സ്പോഷർ കൊണ്ട് ഉണ്ടായതല്ലെങ്കിൽ ഈ ലിപ് ബാംസ് ഒന്ന് യൂസ് ചെയ്തത് കൊണ്ട് ആ പിഗ്മെൻറ്റേഷൻ മാറണമെന്നില്ല. എങ്കിലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ലിപ്പിന് ആക്ച്വലി ലിപ് ബാംസ് തന്നെ യൂസ് ചെയ്യണം ഹൈഡ്രേഷന് വേണ്ടിയിട്ട്. ആൻഡ് അതിനും ഡേ ടൈം ആണെങ്കിൽ ആക്ച്വലി SPF ഉള്ള ഒരു ലിപ് ബാം തന്നെ യൂസ് ചെയ്യണം. ഇപ്പോഴത്തെ ലിപ് ബാംസിനൊക്കെ, അതായത് SPF ലിപ് ബാംസ് എന്ന് പറയുന്നത് ഒന്നുകിൽ സെറാമൈറ്റ്സ് അല്ലെങ്കിൽ പെപ്റ്റൈഡ്സ് ഒക്കെ അടങ്ങിയതാണ്. അതുകൊണ്ട് നന്നായിട്ട് ഹൈഡ്രേഷൻ കിട്ടും. ആൻഡ് ഓൾസോ ലിപ്പിൻ്റെ ആ ഒരു സ്കിന്നിൻ്റെ ബാരിയർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ബട്ട് നമ്മൾ നൈറ്റ് ടൈം ആണെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്നത്, സജസ്റ്റ് ചെയ്യുന്നത് ആക്ച്വലി ഒരു ലിപ്പ് മാസ്ക് യൂസ് ചെയ്യാൻ തന്നെയാണ്. ബിക്കോസ് നമ്മൾ നോർമലി ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, ലിപ്പിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഓവർനൈറ്റ് ലിപ്പ് മാസ്ക് അപ്ലൈ ചെയ്യുന്നത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിൽ തന്നെ എനിക്ക് ആക്ച്വലി പറയാനുള്ള ഒരു നമ്പർ 1 ലിപ്പ് മാസ്ക് എന്ന് പറയുന്നത് ഈ ലനേജിൻ്റെ ലിപ്പ് മാസ്ക് ആണ്. ഞാൻ ആക്ച്വലി എന്തൊക്കെ തരം ലിപ്പ് ബാംസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും, എത്ര ലിപ്പ് ബാംസ് എനിക്ക് ഇഷ്ടമാണെങ്കിലും, അവസാനം ഞാൻ വന്ന് നിൽക്കുന്നത് ഈ ഒരു ലിപ്പ് മാസ്കിലാണ് നൈറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അത്രയും ഹൈഡ്രേഷൻ തരുന്ന വേറൊരു പ്രൊഡക്റ്റ് ആക്ച്വലി ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഓൾസോ ഈ ഡോട്ട് ആൻഡ് കീയുടെ ലിപ്പ് മാസ്കും ഇഷ്ടമാണ്. ഇത് രണ്ടും ആക്ച്വലി എൻ്റെ ഫേവറേറ്റ് ആണ്. ബട്ട് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടം ഈ ഒരു ലിപ്പ് മാസ്ക് ആണ്. അതുപോലെ തന്നെ SPF ലിപ്പ് ബാംസിൽ എനിക്കുള്ള സജഷൻ എന്ന് പറയുന്നത്, ഒന്നാമത്തത് വിഷ് കെയറിൻ്റെ ലിപ്പ് ബാം ആണ്. അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ആക്ച്വലി കോജിക് ആസിഡ് ഉണ്ട്, ആൻഡ് സെറാമൈറ്റ്സ് ഉണ്ട്, ആൻഡ് അതിനകത്ത് SPF ഉണ്ട്. അപ്പം അത് യൂസ് ചെയ്യുന്നത് ആക്ച്വലി വളരെ വളരെ ബെറ്റർ ആണ്. ബട്ട് അതിനൊരു വാക്സി ടെക്സ്ചർ ആണ് ഉള്ളത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആണെങ്കിൽ അത് ഹൈഡ്രേറ്റ് ചെയ്യണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് ലിപ്പ് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റ് ചില ലിപ്പ് ബാംസ് ആണ് ആക്ച്വലി ഡോട്ട് ആൻഡ് കീയുടെ ഈ 2 വേരിയൻറ്റിലുള്ള ലിപ്പ് ബാംസ്. ഇത് രണ്ടും ആക്ച്വലി കളേർഡ് ലിപ്പ് ബാംസ് ആണ്, ടിൻറ്റഡ് ആണ്. ഇതിന് ആക്ച്വലി ഈ ഒരു ബ്രൗൺ വേരിയൻറ്റിന് അത്ര കളറില്ല, ബട്ട് ഇതിന് നല്ല കളറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടിൻറ്റഡ് ലിപ്പ് ബാംസ് ഇങ്ങനെ ഒരു നന്നായിട്ട് കളറുള്ളൊരു ലിപ്പ് ബാം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിപ്പ് ബാം യൂസ് ചെയ്യാവുന്നതാണ്. SPF ഉണ്ട്. പിന്നെ അതുപോലെ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള മറ്റൊരു ലിപ്പ് ബാമാണ് ഈ കോൺഷ്യസ് കെമിസ്ട്രിൻ്റെ SPF 15 ഉള്ള ഈ ഒരു ലിപ്പ് ബാം. ഇതും ഒരു പെപ്റ്റൈഡ് ലിപ്പ് ബാമാണ്. ഈ ലിപ്പ് ബാമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഹൈലി പിഗ്മെൻറ്റഡ് ആണ്. ഇത് നിങ്ങൾ ലിപ്സിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യം പോലുമില്ല. അത്രയ്ക്ക് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ലിപ്പ് ബാമാണ്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു പിഗ്മെൻറ്റേഷൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹോം റെമഡീസ് കൊണ്ടും ലിപ്പ് ബാംസ് അപ്ലൈ ചെയ്യുന്നത് വഴിയും ആക്ച്വലി നിങ്ങളുടെ പിഗ്മെൻറ്റേഷൻ മാറുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ പിഗ്മെൻറ്റേഷൻ ഡീപ്പ് സീറ്റഡ് ആണ് എന്നുള്ളതും, നിങ്ങളുടെ പിഗ്മെൻറ്റേഷൻ കൂടുതലായിട്ട് ഉണ്ടായിരിക്കുന്നത് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് കൊണ്ടുമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ആക്ച്വലി എന്ത് ചെയ്തിട്ട് അത് മാറ്റാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് ആക്ച്വലി 3 ഓപ്ഷൻസ് ഉണ്ട് ഞാൻ പറയുന്നത്. 1 ലിപ്പ് ബ്ലഷിങ് ചെയ്യാവുന്നതാണ്, 2 ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്, 3 കെമിക്കൽ പീൽസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ലിപ്പ് ബ്ലഷിങ്ങിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ ആക്ച്വലി ലിപ്പ് ബ്ലഷിങ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ലിപ്പ് ബ്ലഷിങ് ചെയ്യുമ്പോൾ അത് എത്ര നാൾ നീണ്ടു നിൽക്കുമെന്ന് ചോദിച്ചാൽ, മേ ബി അവർ പറഞ്ഞിട്ടുള്ളത് ആക്ച്വലി ഒരു 3 years to 5 years നിൽക്കും എന്നാണ്. പക്ഷേ ഞാൻ 3 years വരെ ഒന്ന് ലാസ്റ്റ് ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഒരു 2 years വരെയൊക്കെ നിൽക്കുമായിരിക്കും. അതിൻ്റെ ഇടയിൽ നമുക്ക് ടച്ചപ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ലോങ് ലാസ്റ്റ് ചെയ്യും. ബട്ട് ലിപ്പ് ബ്ലഷിങ്ങിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആദ്യത്തെ 1-2 ദിവസം ലിപ്പിന് ആക്ച്വലി ഒരു സ്വെല്ലിംഗ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അത് മെല്ലെ സബ്സൈഡ് ചെയ്യും. ബട്ട് ദെൻ നിങ്ങൾക്ക് ഒരു 15 daysലേക്ക് ആക്ച്വലി ലിപ്പിൻ്റെ കാര്യത്തിൽ നന്നായിട്ട് കെയർ ചെയ്യണം. അതായത് ഭയങ്കരമായി ചൂടോടുകൂടി ടീയോ കോഫിയോ ആക്ച്വലി ലിപ്പിനോട് അടുപ്പിച്ച് വെച്ച് കുടിക്കാൻ പാടില്ല. ആൻഡ് ഓൾസോ ആദ്യത്തെ ഒരു 5 days ഒക്കെ, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 1 week ആക്ച്വലി കഫീൻ പ്രൊഡക്ട്സ് ഒക്കെ ഒന്ന് ഒഴിവാക്കി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. അതുപോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, എന്നോട് അവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്രാബ് അല്ലെങ്കിൽ പ്രോൺസ്, അതല്ലെങ്കിൽ കക്ക, അങ്ങനെയുള്ള സീ ഫുഡ് ഐറ്റംസ് കുറച്ച് ദിവസത്തേക്കൊന്ന് ഒഴിവാക്കി നിൽക്കുക. അതായത് കുറച്ച് ദിവസത്തേക്ക് മീൻസ് ഒരു 1 week. പിന്നെ അതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ലിപ്സ്റ്റിക്സ് അല്ലെങ്കിൽ ടിൻറ്റഡ് ലിപ്പ് പ്രോഡക്ട്സ് ഒരു 15 daysലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇനി ലിപ്പ് ബ്ലഷിങ്ങിൽ ആക്ച്വലി എത്ര സെഷൻസ് വേണ്ടി വരുമെന്ന് ചോദിച്ചാൽ, അത് നിങ്ങളുടെ പിഗ്മെൻറ്റേഷൻ അനുസരിച്ചിട്ടാണ് ചെയ്യുക. അവർ നോർമലി ഏറ്റവും ആദ്യം ചെയ്യുന്നത് ലിപ്പിൽ ആക്ച്വലി ന്യൂട്രലൈസ് ചെയ്യുന്ന പിഗ്മെൻറ്റ് ഇഞ്ചെക്ട് ചെയ്യും, ഈ പിഗ്മെൻറ്റേഷനെ മാറ്റാൻ വേണ്ടിയിട്ട്. നമ്മൾ നോർമലി കളർ കറക്റ്റ് ചെയ്യുന്നത് പോലെ അങ്ങനെ ആ പിഗ്മെൻറ്റേഷൻ ഇഞ്ചെക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി കളർ വേണമെന്നുണ്ടെങ്കിലാണ് കുറച്ചും കൂടി കളേർഡ് ആയിട്ടുള്ള പിഗ്മെൻറ്റ് അവർ പിന്നീട് ഇഞ്ചെക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സെഷൻസ് തീരുമാനിക്കുന്നത് മെയിനായിട്ട് നമ്മുടെ പിഗ്മെൻറ്റേഷൻ അനുസരിച്ചിട്ടാണ്. ആൻഡ് ഓൾസോ ഒരു സെഷൻ കഴിഞ്ഞിട്ട് അടുത്ത സെഷനിലേക്കുള്ള ഒരു ബ്രേക്ക്, അതായത് അതിൻ്റെ ഇടയിലുള്ളൊരു ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഒരു 45 days ആണ്. ബിക്കോസ് ലിപ്പ് നന്നായിട്ട് ഹീലായി വരണം. ഇനി ലിപ്പ് ബ്ലഷിങ് ആരൊക്കെ ചെയ്തുകൂടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങളുടെ സെൻസിറ്റീവ് ലിപ്പാണെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം അത് ചെയ്യാൻ. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് കോൾഡ് സോറ് വരുന്ന, അല്ലെങ്കിൽ പൊട്ടിയിട്ടുണ്ട് ലിപ്പ്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആൻഡ് ഓൾസോ ഇത് ചെയ്യേണ്ടത് നന്നായിട്ട് ഉള്ള ട്രെയിൻഡ് ആയിട്ടുള്ളൊരു പ്രൊഫഷണലിൻ്റെ കീഴിൽ തന്നെ ആയിരിക്കണം. അതല്ലെങ്കിൽ ഈവൻ അവർ യൂസ് ചെയ്യുന്ന ടൂൾസ് പഴയതാണെങ്കിൽ, അതായത് പിഗ്മെൻറ്റ് ഇഞ്ചെക്ട് ചെയ്യുന്ന ടൂൾസൊക്കെ
യൂസ് ചെയ്തിട്ടുള്ളതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ലിപ് ബ്ലഷിങ് ചെയ്യാൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് കെമിക്കൽ പീൽസ് ആണ്. കെമിക്കൽ പീൽസ് ആക്ച്വലി നമുക്കൊക്കെ അറിയാം, നമ്മൾ ഫേഷ്യൽ കെമിക്കൽ പീൽസ് ഒക്കെ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഈവൻ വീട്ടിലുള്ള നമ്മുടെ ഓർഡിനറിയുടെ കെമിക്കൽ പീൽസ് പോലെയുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് കെമിക്കൽ പീൽസ് ചെയ്യുന്നതാണ്. അതേപോലത്തെ ഒരു പ്രൊസീജിയർ തന്നെയാണ് നോർമലി കെമിക്കൽ പീൽസിലും ചെയ്യുക. ബട്ട് നിങ്ങളുടെ പിഗ്മെൻറ്റേഷൻ ഡീപ്പ് സീറ്റഡ് ആണെങ്കിൽ ഞാൻ കെമിക്കൽ പീൽസും അല്ല സജസ്റ്റ് ചെയ്യുന്നത്, ലേസർ തന്നെ ചെയ്യണം എന്നാണ് പറയുക. കെമിക്കൽ പീൽസിന് ആക്ച്വലി കുറച്ചധികം സമയം എടുക്കും ഹീലാവാൻ. ബട്ട് അറ്റ് ദ സെയിം ടൈം ലേസർ ആണെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്ററായിട്ട് ഹീലാവും. ആൻഡ് ഡീപ്പ് സീറ്റഡ് ആയിട്ടുള്ള പിഗ്മെൻറ്റേഷൻ എപ്പോഴും പോകാൻ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ലേസറാണ്. ലേസർ കുറച്ചും കൂടി ലോങ് ലാസ്റ്റ് ചെയ്യുന്ന റിസൾട്ടും കൂടി ആയിരിക്കും തരുന്നത്. ബിക്കോസ് അത് ഡീപ്പ് സീറ്റഡ് ആയിട്ട് നമ്മളെ പിഗ്മെൻറ്റേഷനെ മാറ്റും എന്നുള്ളതുകൊണ്ട്. ബട്ട് നിങ്ങളുടെ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ളതാണ്, അതാണ് റിമൂവ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വേർഷൻ എപ്പോഴും കെമിക്കൽ പീൽസ് ആണ്. അങ്ങനെയാണെങ്കിൽ കെമിക്കൽ പീൽസിനേക്ക് മാത്രം നോക്കാവുന്നതുമാണ്. ആൻഡ് ഈ പറഞ്ഞ കെമിക്കൽ പീൽസ് ആയിക്കോട്ടെ, ലേസർ ട്രീറ്റ്മെൻറ്റ് ആയിക്കോട്ടെ, നിങ്ങൾ ഈ പറഞ്ഞ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിൻ്റെ അടുത്ത്, ഒരു ഡോക്ടറുടെ അടുത്ത്, ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് ഒക്കെ തന്നെ മാത്രമേ പോയിട്ട് ചെയ്യാൻ പാടുള്ളൂ. ഫൈനലി എനിക്ക് വരാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാനൊരു മുസ്ലിമാണ്, എനിക്ക് ലിപ് ബ്ലഷിങ് ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആക്ച്വലി ലിപ് ബ്ലഷിങ്ങിന് ഒരു പെർമനൻറ്റ് ടാറ്റു എന്നുള്ള നിലയിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ലിപ് ബ്ലഷിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സെമി പെർമനൻറ്റ് ട്രീറ്റ്മെൻറ്റ് ആണ്. ബിക്കോസ് അത് 2 years വരെയൊക്കെ ലോങ് ലാസ്റ്റ് ചെയ്യുള്ളൂ. ബട്ട് നിങ്ങൾ നോർമലി മേക്കപ്പ് യൂസ് ചെയ്യുമ്പോൾ, മേക്കപ്പ് ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യുന്നവരാണ്. ഹെന്ന യൂസ് ചെയ്യുമ്പോൾ, അതായത് മെഹന്തി യൂസ് ചെയ്യുന്ന സമയത്ത് അത് ടെമ്പററി ആയിട്ട് ബ്യൂട്ടി എൻഹാൻസ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അതുപോലെ മാത്രമേ നിങ്ങൾക്ക് ലിപ് ബ്ലഷിങ്ങിനെ കാണാൻ പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇത് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടി നീണ്ടു നിൽക്കുന്ന, അതായത് കുറച്ചും കൂടെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ 2 years എന്ന് പറയുന്നത് വലിയൊരു കാലയളവായിട്ടൊക്കെ കാണുന്ന ഒരാളാണെങ്കിൽ, അതൊരു പെർമനൻറ്റ് പോലെ ഫീൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആക്ച്വലി നിങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ടാറ്റാ, ബൈ, ലവ് യു.